അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് കൊല്ലപരീക്ഷയുമായി ബന്ധപ്പെട്ട 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖ്ഹ് വിഷയത്തിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഉടനെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യ പ്രവർത്തനം, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്ന് താഴത്തേക്ക് എഴുതുകയാണ് ചെയ്യേണ്ടത്. 1. നിറം, മണം, രുചി എന്നിവ പോകുന്നത് വരെ കഴുകേണ്ട നജസ്. ആ നജസ് ഏതാണ്? മുകളിൽ കാണാം ഛർദ്ദിച്ചത്. ഇതാണ് ആ നജസ്. 2. രണ്ടാമത്തെ ചോദ്യമാണ് വിസർജന മര്യാദകൾ. വിസർജന മര്യാദകൾ, അതൊരു മര്യാദ നേരെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഇടതുകാലിൽ വെച്ചുകൊണ്ട് പ്രവേശിക്കുക. അതാണ് ഒരു മര്യാദ. 3ാമത്തെ ചോദ്യം, വുളൂ ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. വുളൂ ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ്? മുകളിൽ കാണാം മുസ്ഹഫ് തൊടലും ചുമക്കലും. അത് വുളൂ ഇല്ലാതെ ചെയ്യാൻ പാടില്ല. 4. നിസ്കാരത്തിൻ്റെ നീയത്ത് മനസ്സിൽ കരുതൽ. അതെന്താ? നിസ്കാരത്തിൻ്റെ നീയത്ത് മനസ്സിൽ കരുതുക. അത് മുകളിൽ കാണാം നിർബന്ധമാണ്. അത് നിർബന്ധമാണ്, മനസ്സിൻ്റെ ഉള്ളിൽ കരുതൽ. എന്നാൽ പറയൽ സുന്നത്തുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഇനി 5ാമത്തേത്, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ വജ്ജഹത്ത് ഓതൽ. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ വജ്ജഹത്ത് ഓതുന്നതിൻ്റെ വിധി സുന്നത്താണ്. ഇനി 6, ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ 2 റക്അത്തുകളിൽ ഓതൽ സുന്നത്താണ്. ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ 2 റക്അത്തിൽ ഓതൽ സുന്നത്തായത് സൂറത്താണ്. സൂറത്ത് ഓതുക എന്നത് സുന്നത്താണ് ആദ്യത്തെ 2 റക്അത്തിൽ. ഇനി അടുത്ത പ്രവർത്തനമാണ് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതാം. ഇവിടെ ഓരോ വരികൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് മാത്രം താഴത്തേക്ക് എടുത്തെഴുതാം. ഈ ഭാഗത്തേക്ക് ഓരോ കള്ളികളിലായിട്ടോ എടുത്തെഴുതണം. 1, ശരി. 2 സുജൂദിനിടയിലെ ഇരുത്തത്തിൽ തവറുക്കിൻ്റെ ഇരുത്തം സുന്നത്താണ്. 2 സുജൂദിൻ്റെ ഇടയിലാണ് കേട്ടോ പറയണത്. അത് പ്രസ്താവന ശരിയാണോ? അല്ല, തെറ്റാണല്ലേ. 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് സുന്നത്ത്. അവസാനത്തെ അത്തഹിയാത്തിലാണ് തവറുക്കിൻ്റെ ഇരുത്തം സുന്നത്ത്. 2, അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ നിർബന്ധമാണ്. അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ നിർബന്ധമാണ്. അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. അപ്പോൾ അത് ഇങ്ങോട്ടെടുത്ത് എഴുതണം കേട്ടോ. 2ാമത്തേത് ഇങ്ങോട്ടെടുത്ത് എഴുതുക. അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ നിർബന്ധമാണ്. അത് ഫർളാണ്. ഇനി 3, 3ാമത്തേത് എന്താണ്? തുടർച്ചയായി 3 തവണ അനങ്ങിയാൽ നിസ്കാരം നഷ്ടപ്പെടുന്നതാണ്. തുടർച്ചയായിട്ട് 3 തവണ അനങ്ങിയാൽ നിസ്കാരം നഷ്ടപ്പെടും. അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. അപ്പോൾ 2ാമത്തെ കുളത്തിലേക്ക് കേട്ടോ. 2ാമത്തെ കുളം നമ്മൾ എഴുതിയിട്ടില്ല. ഇനി അടുത്ത പ്രസ്താവന, 4ാമത്തെ പ്രസ്താവന എന്താണ്? നിസ്കാരത്തിലെ ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് നിർബന്ധം. നിസ്കാരത്തിൽ ആദ്യത്തെ സലാം മാത്രമേ വീട്ടിൽ നിർബന്ധമുള്ളൂ. അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. നേരെ ഇങ്ങോട്ടെടുത്ത് എഴുതുക. ഇത് ശരിയാണ്. അടുത്ത പ്രവർത്തനം ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. ഓരോന്നും ക്രമത്തിലാക്കി കൊടുക്കാം. 1, റബ്ബി ഗഫിർലി വലിവാലിദയ്യ കമാ റബ്ബയാനി സഗീറൻ റബ്ബിർഹംഹുമാ. ഇതിൽ ഫസ്റ്റ് വരേണ്ടത് റബ്ബി ഗഫിർലി, ഇതാണ്. 2ാമത്തേത് വലിവാലിദയ്യ, ഇത് 2ാമതായിട്ട് വരണം. പിന്നെ റബ്ബിർഹംഹുമാ,
ഇത് മൂന്നാമതായിട്ട്. നാലാമത് കമാ റബ്ബയാനി സഗീറൻ, ഇത് നമ്മുടെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ ഉണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു വരിയാണ്. മാതാപിതാക്കൾക്ക് പ്രത്യേകമായിട്ടുള്ള ദുആയിൽപ്പെട്ടതാണ്. ചിലപ്പോൾ അത് ഖുർആൻ ഹിഫ്ളിന് ശേഷമൊക്കെ ചൊല്ലിക്കോട്ടോ, ശ്രദ്ധിക്കുക. ഇനി അടുത്ത പ്രവർത്തനം വേർതിരിക്കാം എന്നുള്ളതാണ്. നിസ്കാരത്തിൻ്റെ സുന്നത്തും ഫറളും. സുന്നത്തും ഫറളും എങ്ങനെ വേർതിരിക്കുക? ഒന്ന് ഫറള്, നമുക്ക് ആദ്യം ഫറള് വേർതിരിക്കാം. ഫറള് വേർതിരിച്ചാൽ തന്നെ സുന്നത്ത് എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടും. ഒന്ന്, ഫറളിൽ റുക്കൂഅ ചെയ്യുക എന്നത് ഫറളിൽപ്പെട്ടതാണ്. റുക്കൂഅ ചെയ്യുക. ഇനി ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ഓതൽ. ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ഓതുക എന്നത് എന്താണ്? അത് സുന്നത്താണ്. ഓക്കെ, ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ഓതൽ സുന്നത്താണ്. ഇനി ഇഅ്തിദാൽ. ഇഅ്തിദാൽ ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? അത് ഫറളാണ്. ഇഅ്തിദാൽ ചെയ്യൽ ഫറളാണ്. പിന്നെ അടുത്തത് തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ. തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തുക എന്നത് എന്താണ്? അത് സുന്നത്താണ്, കൈ ഉയർത്തൽ. അവസാനത്തത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നത് ഫറളിൽപ്പെട്ടതാണ്. അപ്പോൾ 2 സുന്നത്തുകളും 3 ഫറളുകളും ഉണ്ട്. സുന്നത്തുകൾ 2 ഒന്ന് ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ഓതലും, രണ്ടാമത്തത് തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തലുമാണ്. ഇനി അടുത്ത പ്രവർത്തനം എന്താണ് ചൊല്ലേണ്ടത്? ഒന്ന് സുജൂദിൽ. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് ചൊല്ലണം 3 തവണ. 2 റുക്കൂഇൽ, അവിടെ മാറും, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. 3 നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ 3 തവണ, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ തന്നെ 3 തവണ ചൊല്ലേണ്ട എന്താണ്? അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് 3 തവണ ചൊല്ലണം. ഇവിടെ എഴുതി കൊടുക്കേണ്ടത് അതാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാമെന്നുള്ളതാണ്. ഓരോ ചോദ്യത്തിനും ഈ 2 ഉദാഹരണം എഴുതാം. ഒന്ന്, നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വെക്കൽ. 2 തലയും ചുമലും തുറന്നിടൽ. 3 ഒരു കാലിൽ നിൽക്കൽ. 4 മുകളിലേക്ക് നോക്കലും തിരിഞ്ഞു നോക്കലും. 5 വസ്ത്രം, മുടി എന്നിവ ചുരുട്ടി വെക്കൽ. 6 നടുവിന് കൈ കൊടുക്കൽ. ഇനി 2 അബഅദ് സുന്നത്തുകൾ. അബഅദ് സുന്നത്തുകൾ 7 ഉണ്ട്. അബഅദ് സുന്നത്ത് പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു ട്രിക്ക് ഞാനിതിനു മുമ്പ് വിട്ടിട്ടുണ്ട്. അത് കിട്ടാത്തവർ മദ്രസ ഗൈഡ് മലയാളം എന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ ചാനൽ വരും. അതിൽ പ്ലേലിസ്റ്റിൽ പോയാൽ 3ാം ക്ലാസ്സിൽ നിന്ന് കാണാം. അതിൽ വീഡിയോയിൽ കാണാം അബഅദ് സുന്നത്തുകൾ പഠിക്കാനുള്ള ഒരു ട്രിക്ക്. അത് പോയി കണ്ടാൽ മതി കേട്ടോ. അബഅദ് സുന്നത്തുകൾ 7 ഉണ്ട്. ഒന്ന്, ഒന്നാമത്തെ അത്തഹിയാത്ത് ഓതലാണ്. രണ്ടാമത്തത് ഒന്നാമത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലൽ. 3 ഒന്നാമത്തെ അത്തഹിയാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ. 4 സുബഹിലും അതുപോലെ റമദാൻ അവസാന പകുതിയിലെ വിത്റിലും കുനൂത്ത് ഓതൽ. 5 കുനൂത്തിന് ശേഷം നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്തും സലാമും ചൊല്ലൽ. 6 കുനൂത്തിനും സ്വലാത്തിനും സലാമിനും വേണ്ടി നിൽക്കൽ. 7 അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുക. ഇതൊക്കെയാണ് 7 അബഅദ് സുന്നത്തുകൾ. 3 ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ടവ. സൂക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ്? ഉത്തരം, അക്ഷരങ്ങളുടെ മഖ്റജുകൾ, അതുപോലെ വിശേഷണങ്ങൾ, അതുപോലെ ഷദ്, മദ്, ഇതൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 1, അത്തഹിയാത്തിൽ വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ്. എപ്പോഴാണ് അത്തഹിയാത്തിൻ്റെ
ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്ത്. അതിൻ്റെ ഉത്തരം എങ്ങനെയാണ്? അത്തഹിയാത്തിലെ ഇല്ലല്ലാ എന്നതിലെ ഹംസ ഉച്ചരിക്കുമ്പോഴാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ്. 2, അവസാനത്തെ അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞാൽ പിന്നീട് നിർബന്ധമാകും എന്തെല്ലാം? അതിൻ്റെ ഉത്തരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലലും അതുപോലെ അത്തഹിയാത്തിനും സ്വലാത്തിനും സലാമിനും വേണ്ടിയിട്ട് ഇരിക്കലും നിർബന്ധമാണ്, ഫറളാണ്. 3, അത്തുമഇനീനത്തു എന്നതിൻ്റെ വിവക്ഷ എന്താണ്? അതായത് തുമഇനീനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരം റുക്കൂ, ഇഅ്തിദാൽ, സുജൂദുകൾ, ഇടയിലെ ഇരുത്തം എന്നിവയിൽ തുമഇനീനത്ത് ഫറളാണ്. അതിൻ്റെ വിവക്ഷ എന്ന് പറയുന്നത് അനക്കം അടങ്ങുക എന്നതാണ്. ഈ പറഞ്ഞ റുക്കൂ, ഇഅ്തിദാൽ, സുജൂദ് ഇവയിലൊക്കെ അനക്കം അടങ്ങുക. ഇതോടുകൂടെ നമ്മുടെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.